ബ്രോ ഫാമിലിയൊക്കെ കാണുന്നതല്ലേ ഗെയിം വേണ്ട. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സംഭവം ഞാൻ പറയട്ടെ, ഗെയിം കളിക്കാൻ തുടങ്ങിയ ഇപ്പൊ ഗെയിമിന്റെ ക്യാപ്ഷൻ ഇട്ടോടുകൂടി നമ്മളെ വ്യൂവർഷിപ്പ് പോകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഉള്ള വ്യൂവേഴ്സിലൊരു പകുതിയിൽ കൂടുതൽ ആൾക്കാരും ഗെയിമേഴ്സ് അല്ല. പണ്ട് നമുക്ക് ഗെയിമേഴ്സ് ആയിരുന്നു ഫുൾ ഓഡിയൻസ്. ഇപ്പം നമ്മളെ പകുതി ഓഡിയൻസും ഗെയിം കളിക്കുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ഗെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. അപ്പൊ ഗെയിംസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് പകുതിയും പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ നമ്മളെ ഫോറവർ അങ്ങനെ ഗെയിം കളിക്കാണ്ട് എന്നിട്ട് കാര്യമില്ല, മനസ്സിലാവും. ഇതിപ്പോ പനിയും ഇതെല്ലാം ആയിക്കൊണ്ട് കറക്റ്റ് ഒരു സാഹചര്യം ഒത്തു വന്നേ, പിന്നെ ഇനി ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടൂല. അപ്പൊ ഗെയിമിലേക്ക് പോവാന്ന് ഞാൻ വിചാരിച്ചു, മനസ്സിലാവും. കാരണം ഇന്നലെ നാളെ നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വിടാം. ആടുന്ന നമ്മളതിൽ സ്റ്റാർട്ട് ചെയ്ത് അത് നിങ്ങൾ മറന്നു പോകുന്നുണ്ടാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാടാ. ഈ ഗെയിം എന്ന് പബ്ജി എന്നാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, മനസ്സിലാവും. അപ്പൊ അതങ്ങനെ കുറെ കാലം കളിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല, മനസ്സിലാവും. പിന്നെ കൂളറിൽ വാങ്ങിയിട്ടുണ്ട്. കൂളർ സായിപ്പിന്റെ വെല്ലുവിളിയാകാം. എടാ ദയവ് ചെയ്ത് ഇപ്പൊ ഒരു സായിപ്പിനോട് പറയല്ലേ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതാക്കട്ടെ, പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആവട്ടെ. ഇപ്പൊ തന്നെ ഒരു സായിപ്പിനോട് പറഞ്ഞാൽ സായിപ്പ് അപ്പൊ തന്നെ സായിപ്പ് ഒരു 1v1 കളിക്കേണ്ടി വരും. ഞാൻ തോക്കുകയും ചെയ്യും, മനസ്സിലായി. ഞാൻ ടച്ച് വിട്ടിട്ടുള്ളത്. ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇപ്പൊ സായിപ്പിനോട് ആരും പറയണ്ട, ഒന്നും അവനെ അറിയണ്ട. നമുക്ക് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് കുറെ കാലം കൊണ്ട് കളിക്കുന്ന പോലെ പോയിട്ട് സായിപ്പ കുറച്ചായി കളിച്ചിട്ട് നമുക്കൊന്ന് മുട്ടി നോക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് കളിക്കാം. ഫുള്ള് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയിട്ട് അപ്പൊ അവനെ തോപ്പിക്കാൻ പറ്റും. ഇതോൻ ഇല്ലടാ, ഓൻ ഗെയിം കളിയാന്ന്. ഓൻ ഒരിക്കലും എൻ്റെ ലൈവ് ഒന്നും കാണലേ ഇല്ല. ഞാൻ അവനെ വിളിച്ചിട്ട് എത്ര പ്രാവശ്യം അവനെ കോൾ ചെയ്യുന്നു. ഇതുവരെ ഓൻ്റെ ലൈവ് കാണുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഓൻ കാണലേ ഇല്ല. ഓൻ ഡിസ്കോഡ് റിയാക്ട് ചെയ്യലും ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ആരും ക്ലിപ്പ് എടുത്തിട്ട് ഓൻ്റെ ഡിസ്കോഡിൽ ഇട്ടാലും ഓൻ കാണാൻ പോകുന്നില്ല. മുത്തേ തുടങ്ങിയിരിക്കുന്നു കളി. മുത്തേ ഇനി സായിപ്പേ സൂക്ഷിച്ചോ. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്, മനസ്സിലാവും. കിട്ടുന്നില്ലല്ലോ. ലെറ്റ്സ് ഗോ ബേബി. നീ എന്റെ ചങ്ങായിയാ, നമ്മള് ചങ്ങായി. ആഫ്റ്റർ എ ലോങ് ടൈം മുത്തേ, ആഫ്റ്റർ എ ലോങ് ടൈം. നീ എന്റെ ചങ്ങായിയാ. നമ്മളെ പഴയ നിന്റെ പേരിൽ കാണുന്നില്ല, പഴയ ജീവിതത്തിലേക്ക് നമ്മള് തിരിച്ചു പോയത് മുത്തേ. വന്നു. ഓ എന്തൊരു ഫീലാന്ന് അറിയാം ഇത് കാണുമ്പോ, തിരിച്ച് ഇതിലേക്ക് കേറുമ്പോ എന്തൊരു ഫീലാ അറിയോ. കേറിയ അവിടെ MRT ഷമീർ ഇവന്റെ തീട്ട പേരല്ല കാണുന്ന ആ ഒരു ശകുനം പോയി. ഇത് പബ്ജി ഷമീർ ആരൊക്കെയാ? ഷുക്കൂർ. ഓക്കെ അപ്പൊ ഞാൻ മൈക്കും ഇത് ഓഫ് ആക്കാം, സ്പീക്കർ. ലാഗോ? എന്ത് ലാഗ്? ഒരു ലാഗും ഇല്ല. ഡൗൺലോഡ് ചെയ്യടാ മാറി. ആര്? ഞാനാ? അന്റെ എല്ലാം റെഡിയാ. ഇവനൊന്നും കൂട്ടിട്ട് കളിക്കാൻ ഇറങ്ങരുത്. ഈ മരം ഒണ്ണ പോടാ. ഇതല്ലേ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യണല്ലേ. അപ്പൊ നമ്മള് ചിക്കൻ ഡിന്നർ അടിക്കുമല്ലേ എന്തായാലും. എന്തൊരു അവസ്ഥയാണ് നീയല്ലോ. അല്ലെ ലോക്കൽ ടീം ഇട്. എങ്ങനെയാ ലോക്കൽ ടീം? ജോയിൻ ടീം അടിക്കും. ഞാൻ ഇതാക്ക് ഫോളോ. അല്ലെങ്കിൽ നീ ക്രിയേറ്റ് ടീം അടിക്കും. ഇത് നമ്മ എല്ലാരും പൊട്ടന്മാരാ. ലോക്കൽ ടീമില് എന്റെ പേരവിടെ കാണിക്കും. എന്നിട്ട് ആ നമ്പർ എന്ന് പറഞ്ഞേ പച്ചത്തി പറഞ്ഞ ആൾക്കാർ നമുക്ക് അറിയില്ല. ഒരു മിനിറ്റ്, എന്റെ ഇത് ഡൗൺലോഡ് ആകുന്നില്ല. ഒരു സെക്കൻഡ്. സായിപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സായിപ്പ് പറഞ്ഞു 40 കിൽ ചാലഞ്ചോ. 40 എടാ പോയട്ടാ. ഞാൻ തുടങ്ങിയോട് 40 കിൽ. എന്ത് 6 മാസമായി കളിച്ചിട്ട് നേരെ പോയി 40 കിൽ എടുക്കാൻ ഞാൻ എന്താ ഇല്ല. ഞാൻ വേറൊരു ചാലഞ്ച് ഞാൻ പറയാം. കളി ജയിക്കൽ, അതാണ് ചാലഞ്ച്. മനസ്സിലാവും? കളി ജയിക്കല് മനസ്സിലായി. ഈ 6 മാസത്തിന് ശേഷം ഞാൻ കളിച്ചിട്ട് ഈ കളി ഞാൻ ജയിച്ച ചിക്കൻ ഡിന്നർ അടിച്ച എന്ത് തരും? എന്ത് തരും പറ. 40 കിലൊന്നും പറ്റൂല, 40 കിലോ പറ്റൂല, എന്തായാലും പറ്റൂല. നടക്കാത്ത ചാലഞ്ച് ഒന്നും തരില്ല. എവിടെ കുര്യനവിടെ? ഓൺലൈനിൽ എന്താക്കുന്ന ചാറ്റ് ചെയ്യാൻ പെട്ടെന്ന് വായതില്ലേ?
പപ്സ മുട്ട പപ്സ ലോഡാവാത്ത അത് നെറ്റില്ലേ നൂറല്ലേ നൂറല്ലേ ഐഡിയ ഒന്നും ഇല്ല പോരെ, ഐഡിയ ഒന്നും ചോദിക്കല്ലേ കേട്ടോ. ഇതിലെങ്ങനെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലെത്തിയാമോ? ഏത് പോയാ ആരെ നീ അക്സെപ്റ്റ് ആക്കിയ? ലാഗ് ലാഗ് കുഴപ്പമില്ല. ഒരാളി കളിക്കാം. ഓളെടുക്കണേ നമ്മളിൽ ആരെങ്കിലും നീ പോ. എന്നാ ഒരു കാര്യം ചെയ്യാം. എന്താ ശരിക്കുള്ള പേര്? നമുക്ക് സംസാരിക്കാനും പറ്റൂല ഇതില്. മൈക്ക് ഓണാക്കിയ. ഹലോ ഹായ്. എടാ നീ ഇല്ല, നീ അടുത്ത കളിയോ? നമ്മളൊരു കളി കളിച്ചിട്ട് വരാം. പെട്ടെന്ന് വരാം. ഹലോ സ്റ്റാറക്സ്, കിറ്റ് ചെയ്തിട്ട് വിട്ടോ. എടാ തമാശ കളിക്കല്ലോ. പെണ്ണ് വരുമ്പോ പേരെന്താ? പേര് ഹസ്നെ. എവിടെ വീട് എവിടെയാ? സിനിമാ നടീന്റെ പേര്, മറ്റേ തമിഴ് സിനിമ നടി ആസിലല്ലേ, മറ്റേ സൂര്യന്റെ നായിക. വീട് എവിടെയാ? വീട് കോട്ടയത്ത്. ഒന്ന് ആഡ് ചെയ്യ് പ്ലീസ്. കോട്ടയത്താ? കോട്ടയത്ത് ഞാൻ കോട്ടയത്ത് എവിടെ? എറണാകുളത്ത് കാക്കനാടാ നമ്മളെ വീട്ടില്. നമുക്ക് കളിക്കാലോ. എന്നാ പിന്നെ അന്നെ കൂട്ടടാ മോനെ, നീ അടുത്ത കളി വന്നു. എന്തായാലും എത്രയോ കളികൾ നീ കളിക്കുന്നു. എടാ അന്ന നിങ്ങക്ക് പേടിയായല്ലോ, ഓൾ എന്റെ അടുത്തേക്ക് വളയോന്നുള്ള പേടിയായല്ലോ. അതന്നെ സംഭവം തന്നെ, നിങ്ങക്ക് പേടിയായി. ആയിക്കോട്ടെ, നിങ്ങക്ക് പേടിയായി സംഭവം തന്നെ മോനെ. ഹലോ അസ്ന അല്ല അസിന എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മമ്മൂനെ പുറത്താക്ക. ഇവനെന്തിനാ പഠിപ്പിക്കാനോ? ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവായിരുന്നു. എത്ര വയസ്സ്? നിന്റെ സൗണ്ട് കേട്ടിട്ട് നീ പോക്സോ പോലെ ഉണ്ടല്ലോ. സത്യം പറ, ഫേക്ക് ചെയ്യുന്നല്ലേ നീ? ഐ ഡോണ്ട് ബിലീവ് യു. നല്ല വോയിസ്. യു ആർ ഫേക്കിംഗ്. അസ്ന ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ? അസ്ന മോളെ, ഇവനെ പ്ലീസ് കുര്യാക്കോസിനെ ഓ ഇത് കുണ്ടൻ നീ എന്നെ എടുത്തോ. ഈ പ്രൊഫൈൽ പിക്ചറിലുള്ള നീയാ? ആണോ? ടീച്ചറാ ഇത് ഈ 6.74 കേടിയുണ്ട് നിനക്ക്. നീ ശരിയായ കളിക്കാരിയാന്നല്ലോ. എന്നാ ഞാനുണ്ട്. നീ ഇല്ല. എടാ പ്ലീസ്, നമ്മളെ കൂട്ടത്തില് കളിക്കാൻ അറിയാത്തത്. കളിക്കാൻ അറിയാൻ രാത്രി എന്തായാലും നമുക്കൊരു കളി കളിക്കാലാ. ഞാനും ഉണ്ട് അസ്ന. നമുക്ക് രണ്ടാക്കും കൂടി കളിക്കാം. ഓക്കെ, അസ്നൊക്കെ തീരുമാനിക്കാം. ഷമീറിനെ വേണോ മമ്മൂനെ വേണോ? ആരും ഒന്നിച്ച് കളിക്കണം? കുര്യൻ ഇല്ല, കുര്യൻ എന്തായാലും രണ്ടു ഒന്നിച്ച് കളിക്കും. മമ്മൂനെ മതി. ഇതേതോ കുണ്ടൻ കാക്കേന്ന് മോനെ, ഏതോ കുണ്ടൻ കാക്കേന്ന്. അസ്ലം ഷുക്കൂർ എന്നാണ് ഇവളെ പേര്. ഇതേതോ കുണ്ടൻ കാക്കേന്ന്. മോളെ അസിന, നാളെ ഒരുമിച്ച് കളിക്കാം കേട്ടോ. ഇത് എല്ലാരും ആഡ് ഷമീർ എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, ബൈ 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 ബൈ, സീ യു. നിന്റെ പരം കളിക്കാനല്ല ഞാൻ വന്നത്, ഓളപ്പരം കളിക്കാൻ വേണ്ടിട്ടാ. നീ കൊറേ വർത്താനം ചോറ. ഒറ്റ കളി കളിക്കാൻ കഴിയും, കാരണം ലാഗാ, മറ്റേ സാധനമായിട്ടാ ഉള്ളത്. എടാ നമുക്ക് കാര്യമല്ല, ഇവന്റെ സൗണ്ട് തന്നെ മാറിയിട്ടില്ല. ഒരു പെണ്ണിനെ കാണുമ്പോ ഇവന്റെ സൗണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചാ? ഇത്രയും ദിവസമുള്ള ഇവന്റെ സൗണ്ട് ഇത്ര ദിവസം പെണ്ണുങ്ങളായിട്ട് സമ്പർക്കമില്ല. അപ്പൊ ഇവന്റെ സൗണ്ട് ഇങ്ങനെ നോർമലി ഹലോ ഹലോ ഇങ്ങനെ. പെട്ടെന്ന് ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും എന്റെ സൗണ്ടിൽ ഇത് വരും. ഒരു കാക്ക, ഒരു കുണ്ടൻ കാക്ക, ഒരു കപ്പ് കയറിയ കോയന്റെ സൗണ്ടായി മാറും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്റെ സൗണ്ട് മാറുന്നുണ്ടോ? അല്ലല്ല, ഞാനൊരു കാര്യം സ്റ്റാർട്ടാവത്തെ. ഈ മപ്പാസിനെയും ഈ വൈക്കോലിനെല്ലാം മാറ്റി പിള്ളേരെ കയറ്റി കളിച്ചോടെ.
അത് കുത്തണ്ടേ എന്നാ വാ നിന്റെ പേരെ കളിച്ചിട്ട് എന്ത് രസം കിട്ടാനാന്ന് ആ വാ നീ കവറിന്റെ മുകളിലാണ് കൂളർ ഇട്ടിട്ടാ മരം മൊണ്ണ ഒരു പൊട്ടം തന്നെ കൂളർ ഇക്കൊള്ളാനാ എന്ത് ഏസിയാ മങ്കി സ്പാം മങ്കി പറയാലോ കേറിയിട്ട് മങ്കിലേക്ക് ഒരു തിരിച്ചു വരവ് ഡൗവാൻ ആകുന്നില്ലല്ലോ ഡോരോ ആ അതെ ലാഗ് വന്നു ഓ വലിയ കുഴപ്പമില്ലടാ ഉള്ളി തണുപ്പുണ്ട് തണുപ്പ അതിനല്ലേ കൂളർ എന്ന് പറയുന്നതിനാ പുറത്തേക്ക് ചൂടാ വരുന്ന എന്താ സംഭവം എവിടെ ചൂട് ആ ഈടുന്ന തണുപ്പാക്കിട്ട് ഇടത്തേക്ക് ചൂട് വിടും പുറത്തേക്ക് അങ്ങനെ കെമിസ്ട്രി കൊള്ളാല്ലേ ചാർജ് ചെയ്യുന്ന ചാർജ് ഇല്ല ഒരു കളി കളിക്കാൻ എത്ര ചാർജ് മതി ബാ അപ്പൊ നമ്മളെ ടീം റെഡി ആയിട്ടുണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം ഫസ്റ്റ് കളി ഇതെന്താ മോനെ ചെരക്ക് എടി ഇങ്ങനെയല്ലായി എടാ ഇത് ഞാനാണ് നീയാ അയ്യേ ഇതാരാ ഇത് കുര്യ ഓ കുര്യന്റെ കെറ്റം നോക്കിയാ തുണിയില്ലാണ്ട് ഇതാരാ ഷമീർ ഒന്നൊരു തീട്ട കെറ്റമാ നോക്കിയാ നീ കണ്ടില്ല ഞാൻ നിന്നെ തുണിയില്ലാണ്ട് കണ്ട് ആരന്നെ ആ ഷഡ്ഡി അടക്കം പക്ഷെ ഞാനാണെന്ന് തന്നെയാ മമ്മു 6ാം പറപ്പ് പറയരുതെന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെയാ പോണ്ടത് എവിടെ പുതിയ ഇവന്റിലെ സ്ഥലങ്ങൾ എങ്ങനെയാ എവിടെ ഇതോ സ്കൂളിൽ പോയാലോ അവിടെ എത്തി എന്ത് സംഭവിക്കും ആടത്തേക്ക് ചിലപ്പോ ഓക്കെ ഗൈസ് കുറച്ച് സമയത്തേക്ക് ഞാൻ ചാറ്റ് നോക്കുന്നില്ല ഒന്ന് സീരിയസ് ആയിട്ട് കളിക്കാൻ പോയത് 60 FPS ആക്കുന്ന 60 FPS ആക്കിയല്ലോ ഫറി പേരിൽ പോയല്ലോ നീ അതെ 60 FPS ആക്കിയിട്ടും ലാഗിന് വ്യത്യാസമൊന്നുമില്ല അയ്യോ നമ്മ ഇറങ്ങിയിട്ടില്ല ഇതെവിടെയാ ഇറങ്ങുന്നത് 3000 മീറ്റർ പോകാനുണ്ട് ഓക്കെ ഇതില് ഒരു പ്ലാൻ വേണം ഇതിലൊരു പ്രോപ്പർ പ്ലാൻ വേണം നമ്മള് ചാടിയിട്ട് 3000 മീറ്റർ ദൂരത്തേക്ക് പോകാനുണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ചാടി 1000 മീറ്റർ 1500 മീറ്ററേ പോകാൻ പറ്റൂ അതിന്റെ അപ്പുറത്തേക്ക് എത്തൂല അപ്പൊ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ ഇടക്ക് വെച്ച് ഇറങ്ങി വണ്ടി എടുത്തിട്ട് പോകണം അതിന്റെ ഇടയിൽ ആരെങ്കിലും നമ്മളെ കൊല്ലാനുള്ള ചാൻസും കൂടുതലാ മനസ്സിലായോ ആ ഇപ്പളെ പാരഷൂട്ട് ഇടാം എന്നാലേ ഇതെന്തോ ആളെ കൊല്ലാനല്ലോ പാരഷൂട്ട് ഇടാൻ നീ എക്സ്പേർട്ടാന്ന് എനിക്കറിയാടാ എടാ ഇത് ഇതിന്റെ പ്രശ്നങ്ങൾ എന്തെല്ലാം അറിയോ നമ്മളെ പോലെ തന്നെ വരുന്ന ആൾക്കാരുണ്ടാവും അപ്പുറത്തെ ഇപ്പുറത്തല്ലോ വെടിവെച്ചിടാൻ തോക്കില്ല പോലെ വെറും കൈ കൊണ്ട് ഓടണം മനസ്സിലായോ അപ്പൊ ആ ഇവന്റിൽ എത്തുന്നവരെ ചാവാണ്ട് നോക്കുക എന്നുള്ളത് അത് പഠിക്കണ്ട എല്ലാവരും സ്വയം ടീമായിട്ട് ഒന്ന് കളിക്കുക ഓക്കെ സർവൈവൽ ഇൻസ്റ്റിങ് ഒപ്പരം തന്നെ ഉള്ളത് ഞാൻ ഇതേതോ പറഞ്ഞെടുത്താണ്ടാ പോകുന്നത് 60 FPS ഇട്ടതിന് ശേഷം 120 FPS ഇടും 120 FPS ഇടുക ഇതെന്താ നാളെ മറ്റേതാക്കിയ എന്തെങ്കിലും കൂടിയിട്ട് ഏത് കിയാനോ എടാ ഇല്ല ഞാൻ ഇറങ്ങിയിട്ടില്ല എനിക്ക് കാറൊന്നും കിട്ടുന്നില്ല ഞാൻ റോഡ് സൈഡാണ് കേട്ടോ പോകുന്നത് എനിക്ക് കാറ് കിട്ടും വണ്ടി അടുത്ത് കിട്ടും നമുക്ക് അല്ല ഇവിടെ ശുക്കൂറും മജീദെല്ലാം ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബേ ഓടി ആളുണ്ടെന്ന് തോന്നുന്നു അവിടെ എന്തോ ഒരു അനക്കെല്ലാം കാണുന്നുണ്ട് ബേ ഓടി പോവാ അവരുടെ മുമ്പിൽ നിൽക്കണ്ട എടാ വണ്ടി നോക്കടാ വണ്ടി ഞാൻ സ്കൂട്ടറും തപ്പിട്ട് വണ്ടി എടുത്തിട്ട് വാ പെട്ടെന്നോ നീ എവിടെയാ നീ എവിടെ നിന്നെ കാണുന്നില്ല നീ ഏത് അക്കിയാവിൽ എന്റെ പൊന്നു മമ്മു നമ്മള് മൂന്നാളിവിടെ ഒരുമിച്ചാണല്ലോ നീ എവിടെയാ ഞാൻ വണ്ടി എടുക്കാൻ പോയിന് വണ്ടി എടുക്കാൻ ഏത് വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയാ നീ പ്ലാറ്റിന ഞാൻ മാർക്ക് ചെയ്ത സ്ഥലം കണ്ട ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാ അവിടെ ഒരു പാലം ഉണ്ട് ആ പാലം കടന്നാൽ നമ്മളടുത്തേക്ക് എത്താം ആ പാലത്തിലേക്ക് പോവാ ആ മഞ്ഞ മാർക്കർ ഉണ്ടോ അങ്ങോട്ടേക്ക് പോവാ അത് പോയി പാലം കടന്നിട്ട് വാ ഇതെന്തൊരു മപ്പാസാന്ന് ഇവന് കളിക്കാൻ അറിയില്ലല്ലോ ഏത് അവിടെ പൾസർ ആയിട്ടുണ്ടോ നോക്കാം നമുക്കൊരു പൾസർ കിട്ടിയിട്ടുണ്ട് ഞാൻ എടുത്ത് വരുന്നുണ്ട് ജീപ്പ് നീ എടുത്തോ ഇതാരാ ഇപ്പുറത്തുള്ള ഇത്രയും കിലോമീറ്റർ ദൂരത്തുള്ള ഞാൻ ആരെയോ കൂട്ടാൻ വരുന്നുണ്ട് ആരെയോ എന്നൊക്കെ അറിയില്ല മഞ്ഞയാണ് കളർ ബാഗ് ഞാൻ ഓൺ അടിക്കണം 2 വണ്ടികൾ കാണുന്നുണ്ട് ഇത് തവാ കേറിക്കോ ആരാന്നിത്
ഗോഡൽ എന്തോ പേര്. വാ കേറിക്കാം. എന്റെ ബാഗ് കാണുന്നില്ലടാ. എടാ നിങ്ങളെ കണ്ടു തോന്നട്ടെ. എടാ നമ്മള് ഊട്ടിയിലേക്ക് പോയാ ഞാനും കുര്യാക്കോസും കൂടിയിട്ട്. അത് എവിടെയാ? എടാ ഞാന് ഞാൻ എന്നെ കൂട്ടാൻ നിന്റെ ലൊക്കേഷൻ എന്റെ ബാഗ് കാണുന്നില്ലടാ. ഇത് മഞ്ഞ ആരാന്ന്, മഞ്ഞ കളറ്. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ നിയാതെ ഇതാ ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഞാൻ കൂട്ട് നീ എന്നെ കണ്ട കുരിയ. നിങ്ങൾ ഇത് ഡബിൾസോ? ഞാൻ ജീപ്പുള്ള 7 സീറ്റ് വണ്ടി എടുത്തത്. 7 സീറ്റർ. അതിന് ഇത്രയും ആളില്ലല്ലോ, നമ്മള് 4 ആളല്ലേ ഉള്ളു. ഞാൻ ഒരു കാർ എടുത്തിട്ട് വരാം. നമുക്ക് കാർ ഒരു ബലൂൺ 800 ബലൂൺ പോലത്തെ ഒരു സാധനടാ. തിമ്മിങ്കലല്ല, ചങ്ങായി തന്നെ വിടുന്നേ ഇല്ല. കൊറേ സമയായി. പഫർ ഫിഷ് ആന്ന് തോന്നുന്നു. പഫർ ഫിഷ് വള്ളത്തിൽ പോയിക്കൂടെ നിങ്ങൾക്കല്ലോ. ഇതെന്തിനാ നമ്മളെ വാക്കുന്ന വരുന്നത്? അപ്പൊ എനിമീസിന് മനസ്സിലാവില്ല ഈ കളർ കണ്ടിട്ട്. നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ. ശുക്കൂർ ബാഗേറ്. എടാ നീ ആ പാലം കടന്ന് വാടാ. ഇതാ അടുത്ത വേറൊരു പാലം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാലത്തിലേക്ക് വാ. ആ പാലത്തിലേക്ക് വാ. മഞ്ഞ മഞ്ഞയിലേക്ക് ഈ ഭാഗത്തേക്ക് മഞ്ഞ നോക്ക്. മഞ്ഞ ഇവൻ കാരണം നമ്മള് നിൽക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ പൊട്ടനെ എന്തിനാ നമ്മൾ കളിക്കാൻ? ഞാൻ പറഞ്ഞത് ഈ മപ്പാസിനെ, ആ പെണ്ണിനെ മറ്റേ കേറ്റാ പോരെ. ഒഴിവാക്കിട്ട് ആ പെണ്ണിനെ നല്ല ജീപ്പ് പരിചയപ്പെടുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് നമ്മളെ കളിക്കാൻ താല്പര്യമുണ്ട്. എടാ ഗ്ലൈഡർ ഇത് സാധനം എയറോപ്ലെയിൻ. കണ്ണില്ല. ഇത് കുരിയ ഒരു കണ്ണ്. ഞാൻ വെറുതെ DP കൊടുത്തു. കുര്യാക്കോസ് നീ പൾസർ എടുത്തിട്ട് വാ. അല്ല മറ്റേ 800 എടുത്തിട്ട് വാക്കുന്നു വാ. ഇതാരാ? ഇതെന്താ നീ തോക്കും പിടിച്ചിട്ട് എടുക്കുന്നു? കേറ് വണ്ടി കയറി. അനക്ക് ഓടിക്കാൻ അറിയില്ല. ബാഗ് കാണുന്നില്ലടാ. ഞാനിപ്പുറത്തുണ്ട്. നമ്മള് എയറോപ്ലെയിനിൽ പോയെന്ന്. എയർപോർട്ട് ഭാഗത്ത് ഞാനില്ല. നമ്മള് റഷ്യയിലേക്ക് പോയത്. നീ ആണെങ്കിൽ തിരിച്ചു വരണ്ട. ആ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ടേ. എടാ നീ ഇങ്ങനെ തുണിയില്ലാണ്ട് നിൽക്കല്ല. ബേ കേറ്. എടാ അത് ആളാ. അതാ ആള് വരുന്ന ശുക്കൂർ. ഇതാ ഓടി വരുന്ന. ബേ കൊല്ലേ. തോക്കെടുത്തിട്ട് ഓന്റെ ടീമേറ്റ് അടുത്ത അടങ്ങുണ്ടാവും. വെറുതെ റിസ്ക് എടുക്കല്ലേ. ഞാൻ ഒന്നും ഓനെ കൊല്ലട്ടെ. ഞാൻ ജീവിതത്തിൽ ആരെയും കൊല്ലാൻ കഴിയില്ല. ഇവനെങ്കിൽ ഞാൻ കൊല്ലട്ടെ. പെട്ടെന്ന് കൊല്ലേ. ഇതാ കൊന്നു നായി. ആ കൊന്നു AK-47 എന്തെല്ലോ സാധനം കിട്ടിയിട്ടുണ്ട്. ആരോ ഇതാരാ? ഇത് എടാ നീ ഇപ്പഴത്തേക്കോ എന്റെ പൊന്നു അമ്മു. നീ വെടികൊണ്ട് മരിച്ചോട്ടെ. ഇത് ആരാ? തമാശ കളിക്കല്ലേ. നമ്മൾ പാലത്തിനടുത്തേക്കോ. പാലം. നീ ഏത് ഭാഗത്തേക്കാ? നീ ഏത് പൂറ്റില? പണിഷ്മെന്റ് പേടിക്കേണ്ട ആവശ്യമില്ല. സ്പിന്നി വെഹിക്കിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇറക്കാം. നീ കാരണം കളിക്കാനും അറിയില്ല. എവിടെല്ലോ പോയിട്ട് നിൽക്കുന്നു. എയർപോർട്ട് റോഡ് എന്ത് നെടുമ്പാശ്ശേരിയാ നീ പോന്ന്? എയർപോർട്ട് റോഡ് പോലും എന്തിനാ മനുഷ്യന്മാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ അത്ര കാലം ഒരു തെറി പോലും പറയാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയതാ. നീ കാരണല്ലേ. സ്പിന്ന് ഞാൻ കൊടുക്കും. സ്പിന്ന് ഞാൻ കൊടുത്തിരിക്കും. ഇത് കളിയൊന്നും കേട്ടെ. ഇവയില്ല കളി ജയിക്കൂല. അതുകൊണ്ട് മാത്രം പോയടാ. പോയി എടുത്തിട്ട് ട്രോമയുടെ കാര്യം. ഈ ഗെയിം കാരണമാണ്. ഗെയിം സീനാണ്. ഈ ഗെയിം ഭയങ്കര വൃത്തികെട്ട പിശാചിന്റെ ഗെയിമാണ് ഇത്. ഏത് ഈ ഗെയിം കളിക്കുന്നതുകൊണ്ടാണ് തെറി വരുന്നത്. എത്തി നമ്മള്. എന്നാ പിന്നെ ഗെയിമിൽ എല്ലാവർക്കും തെറി വിളിച്ചാലോ? അങ്ങനെ റൂൾ ആക്കണ്ട. ഇപ്പൊ പ്ലെയിനോടെ പോയി. എടാ തുള്ളേ. നീ എവിടെ പോകുന്നു? ഇങ്ങോട്ട് തുള്ളേ. തുള്ളാൻ പറ്റുന്നില്ല. ഞാൻ തുള്ളി. ഇതെങ്ങനെ തുള്ളല്? അള്ളാന്റെ പ്ലെയിന് അടിക്കാൻ പോയെന്നേട്ടാ. മോനെ ഞാൻ തുള്ളാൻ നോക്കി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇപ്പാണ് പറ്റിയത്. ഞാൻ എവിടെയോ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്ത് എവിടെയോ എത്തി. ഇത് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ മാപ്പ് കണ്ടോ? മാപ്പില് ഒരു പാലം കണ്ടോ? ഇവിടെ കണ്ടോ? ഞാൻ ഒരു പാലം കണ്ടോ? പൾസർ കിട്ടി. കണ്ടോ? ആ പാലത്തിന്റെ ആരോ ഉണ്ട്. രണ്ടാം നമ്പർ.
ഇല്ല അത് ഞാൻ മാർക്കിട്ടതാ. ആ മാർക്കിലേക്കോ, ആ പാലത്തിന്റെ മാർക്കിലേക്കോ, അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് എത്താം. ആ സ്പിന്ന് ചെയ്യാ, കളി കഴിയട്ടെ. ഓ മോനെല്ലാം കാത്തിക്കുന്ന അതിന് വേണ്ടിട്ട്. അതാ മോനെ, അതാ ഞാൻ വെടിവെക്കുന്ന സ്ഥലം. പാലമൊന്നുമില്ലല്ലോ ഈ നാട്ടിലാണ് പാലോടാ. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഇടാ, ഞാൻ ഇതെങ്ങനെ മാർക്ക് ചെയ്ത് തരാം. ആന്ധ്രാപ്രദേശ് ഈ ബിൽഡിങ്ങിന്റെ ഈ എന്താ പറയാ പ്രേത കൊട്ടാരത്തിന്റെ ബാക്കിൽ പുറത്ത് ഒരുത്തനുണ്ട്. ഇത് രാത്രി ആകുന്നല്ലോ ഇങ്ങോട്ടേക്ക് എത്തുമ്പോ. ഓ അത് നീയാ, നിന്നെ ഞാൻ വെടിവെച്ചത്. അത് എനിമിയല്ലായിരുന്നു കേട്ടാ. ഞാൻ പ്രോ പ്ലെയർ അല്ലേ, പക്ഷെ ഞാൻ ഇവിടെ ആരെയോ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ പഴയ പോലത്തെ പവർ ഉണ്ടോ UMP-ക്ക്? അതെന്താ? പാലത്തിന്റെ ഇപ്പുറത്താക്കി. എന്റെ വണ്ടി ഇല്ല, എന്റെ പൾസർ അവിടെ വെച്ചിട്ടുള്ള. ആ മമ്മൂനൊന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ടാകുമ്പോ ഇതെന്താ ഏതാ ഇപ്പൊ എന്തോ ആയി. ജാസി ഓടുന്ന പോലെ ഓടി ഇപ്പൊ. അതെ ഇതെന്തേ ഏതാ ഇതൊക്കെ? അനക്കൊന്നും അങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ. അല്ല അനക്ക് എന്തോ വേറെ തോക്ക് കിട്ടി. ഇത് കൊള്ളാലോ. എടാ അനക്ക് അങ്ങനെ ആകാൻ പറ്റുന്നില്ല. അതിനെ കൊണ്ട് എന്താ ഉപകാരം? ഞാൻ വെള്ളത്തിന്റെ ഉള്ളിലുള്ളത്. നീ വെള്ളത്തിന്റെ ഉള്ളിൽ കിടന്ന് മരിച്ചോ, ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടാ. ചാടാൻ പറ്റൂലേ? എടാ ഇത് ഒരാളും കിട്ടുന്നില്ലല്ലോ. ശുക്ര നീയാണ്. ഇതിനെ ഞങ്ങക്ക് കിട്ടി കൊടുത്തു. എടാ ഇവിടെ നല്ല വീടെല്ലാം ഉണ്ട്. നമ്മ എന്തിനാ അങ്ങോട്ടെല്ലാം പോയിട്ട് ആളെല്ലാം കൊല്ലും, നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്താ പോരെ. അതാ ഇവിടെ ഒരു വലിയ കൊട്ടാരെല്ലാം ഉണ്ടാ. നമ്മൾ വെറുതെ പോയിട്ട് ആളെ വെടിയും കൊണ്ട് മെതിക്കാൻ എന്തിനാന്ന് ഇവിടെ നിൽക്കുക. ഈ സോഫയിലെല്ലാം ഇരിക്കുക ഇങ്ങനെ. സ്പിന്നോ മോനെ ആ ഒരു കാര്യം പറട്ടെ, ഈ വീട്ടിൽ ഇതുവരെ സ്പിന്ന് കിട്ടാത്ത, ഇതുവരെ തെറി വിളിക്കാത്ത ഒരാള് ഞാനാ. മനസ്സിലായോ? ഇത്രയും കാലം ഞാൻ പിടിച്ചു വന്ന് ലാസ്റ്റ് ഈ ഗെയിം, ഈ പൈശാചിക ഗെയിം കാരണം മാത്രമാണ് എനിക്ക് തെറി വന്നത്. കാരണം ഇത് കളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇതിൽ ഫ്രസ്ട്രേഷൻ വരുവാടാ. എനിക്ക് ജന്മനാ ഉള്ളത്. ഈ ഗെയിമിൽ എനിക്ക് ഞാൻ ചൂടായി പോടാ അറിയാണ്ട്. വേറെ എന്തിനും ഞാൻ കാമായിട്ട് വന്നാലും ഗെയിമിൽ അല്ലേ ഒരു കാര്യം. നമുക്ക് പുതിയൊരു റൂള്, ഗെയിമില് തെറി അറിയാണ്ട് വന്നോയാ കുഴപ്പമില്ല. കാരണം നമുക്ക് ഒരിക്കലും അങ്ങനില്ല. ഗെയിമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റടാ. ഗെയിമിലെ തെറിക്ക് സ്പിൻ ചെയ്യാൻ തുടങ്ങിയ എന്താ പ്രശ്നം അറിയോ? പിന്നെ ഒരു 100 സ്പിൻ നമ്മൾ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? വണ്ടി വണ്ടി കാണുന്നില്ല, ഞാൻ ഓടാൻ നിൽക്കാൻ. പിന്നെ ഒരു 100 സ്പിൻ നമ്മൾ ചെയ്യേണ്ടി വരും. കേട്ടില്ല? ഇല്ല ഓൾഡ് കൊപ്പിൻ എല്ലടാ. അത് ഞാൻ എന്താ സംഭവം ഗെയിമില് ഞാൻ പണ്ട് മുതലേ ഞാൻ പറയട്ടെ, പണ്ട് മുതലേ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ വർഷങ്ങൾ 5 കൊല്ലം ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഒറ്റ ഇരുന്നിട്ട് ഗെയിം കളിയെല്ലാം കളിച്ചാ. മനസ്സിലാവും? ഇത് അന്നാരോ വെടി വെക്കുന്നുണ്ട്. ബോട്ടായിരിക്കും അത്. ബോട്ടാ അത് കൊന്നിട്ട് പെട്ടെന്നോ ഏത് കൊല്ലാൻ പറ്റുന്നില്ല. മനസ്സിലായി? അത്രയും ജീവിതം വെറുത്ത ഡിപ്രഷനിലെല്ലാം ഇരുന്നാ നീ ഗെയിമും കളിച്ചിട്ട്. അപ്പൊ ഈ ഗെയിമിൽ കയറുമ്പോ എന്റെ ക്യാരക്ടർ അങ്ങനെ ആയി പോന്ന. മനസ്സിലാവും? അപ്പൊ ഞാൻ പറയുന്നത് ഗെയിമിലുള്ള തെറി വിളിക്ക് സ്പിന്ന് വേണ്ട, അങ്ങനെയല്ലേ? അങ്ങനെയില്ല, അങ്ങനെ യാതൊരു ഇതുമില്ല. സ്പിന്ന് ചെയ്തേ പറ്റൂ. അങ്ങനെ ആരും വന്ന് അറിയാണ്ട് വിളിച്ചു പോയതാ. അത് എന്താ ഞാൻ വിളിച്ചേ മൈരാന്ന്. അതിന് നമുക്ക് ഇത് കിട്ടിയില്ലേ? എന്ത് ഇപ്പൊ വിളിച്ച് ഞാൻ പറയാൻ വേണ്ടി വിളിച്ചത് പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി അങ്ങനെയും പറയരുത്. അങ്ങനെയും പറയാൻ പറ്റില്ല. മൈ വേർഡ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ആ സാധനത്തിന്റെ ഇപ്പൊ ഞാൻ പൂ വേർഡ് പറഞ്ഞാൽ എനിക്കിപ്പോ സ്പിന്ന് കിട്ടിയത്. അതേപോലെ നീ മൈ വേർഡ് അങ്ങനെ പറഞ്ഞാൽ മതി. അതിന്റെ ആദ്യത്തെ അക്ഷരം വേർഡ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ ഇപ്പൊ എന്താ സ്പിന്നില്ലേ? അല്ല പേടിക്കേണ്ട ആവശ്യമില്ല. സ്പിൻ നമുക്ക് കറക്കാം, സമയമുണ്ടല്ലോ. ഇത് കളിയേട്ടാ. അതാ ഞങ്ങൾക്ക് ഇവിടെ മറ്റേ ഇത് കിട്ടി, ബാഗി ഓക്കെ നോ സ്പിന്ന് നോ റൂൾ ഈസ് റൂൾ. അത്രേ ഉള്ളൂ. ഇല്ല അങ്ങനെ ഞാൻ ഒരു കൂവേഡ് ആകുന്നില്ലേ ഞാൻ അങ്ങനെ എന്ത് പാവേടാണെങ്കിലും ഇതാണോ? ഓ ഇങ്ങനെ തെറി വിളിക്കല്ലേ? അത് നല്ല പരിപാടിയല്ലോ. നീ എന്തൊരു താവേടാടാ. മൈവേടെ താവേടെ ഓ ഇത് നല്ല പരിപാടിയാണല്ലടാ. മാവേടെ എന്താടാ മാവേടെ?
അങ്ങനെ ഒരു നാടുണ്ടല്ലേ. നാവേടെ എന്താ അങ്ങനെ പറയാൻ പറ്റില്ല, നാ മോനെ എന്ന് പറയാൻ പറ്റാ. ആ അങ്ങനെ പറയാം. എടാ എടാ എന്റെ കയ്യിൽ ബാഗ് കിട്ടിയിട്ടുണ്ട്. ബാഗ് അല്ല അല്ല വണ്ടി. ഞാൻ എവിടെയുള്ളത് നോക്ക്. ഷെമീർ ഒന്ന് സഹായിക്കണല്ലോ. ഏത് മമ്മു എന്തൊക്കെ ആയിക്കോ. വെള്ളം മുങ്ങിട്ടായിട്ട് മരിച്ചോ? നീ മരിച്ചോ? നീ ഇല്ലാണ്ടിക്കലാ നല്ലതാടാ അമ്മാവേടെ. അല്ലാ പോയി 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 വെള്ളത്തിന് വീണു. എടാ ഞാൻ വെള്ളത്തിന് വീണു പോയി. ഞാനും മരിക്കാൻ പോയെന്ന്. ഞാൻ മരിച്ചടാ. പച്ചക്കുത്തല കാണുന്നുണ്ട് സംഭവം. നീ മരിക്ക്, അതാണ് നല്ലത്. കാരണം നമ്മളെ ടീമൊക്കെ രക്ഷപ്പെടും. നീ ഉണ്ടായിട്ട് കാര്യമില്ല. ഒന്ന് സഹായിക്കണല്ലോ. എവിടെയാണുള്ളത്? ഞാനിതാ ഈ സോംബിന് മുമ്പിൽ അകപ്പെട്ടിട്ടുള്ളത്. പൊന്നു മോനെ സേവ് ചെയ്യാൻ. എന്റെ ബാഗ് വീണുപോയി. നിനക്ക് അവിടുന്ന് ഒരു പൾസർ ബാഗ് വെള്ളത്തിൽ വീണ്. എന്താ നീ ആക്കുന്നത്? ഒരു പൾസർ എടുത്തിങ്ങ വാ. ലൊക്കേഷൻ അയച്ചു മോനെ. പൾസർ 800 ഉണ്ടെങ്കിൽ ഞാൻ വരും. അത് കാണുന്നില്ല. ഒന്ന് ഓടിയിട്ട് വാ. നീ എന്റെ ഒരു ബാഗ് ഉണ്ടായി, അത് വെള്ളത്തിൽ വീണ്. ചത്ത് മോനെ, ചത്ത് ചത്ത്. അവിടെ ഒന്ന് റീകോൾ ചെയ്യ്. നീ അതെ മോനെ ഞാൻ അന്നെ സോംബി പിടിച്ചുകൊണ്ട് പോയി. ബോട്ട് വന്നിട്ട് ഇവനെ കൊന്ന്. ബോട്ടല്ല ഇതാ സോംബി. ഇതാ സോംബി ഇപ്പരെ കരയിലുണ്ട്. ഏത് സോംബി? ഇത് ഈ നീല സാധനം. മറ്റേ ഇതടാ കടൽക്കാറ്റ്. സോണിലെല്ലാം ചാണകം. എന്തൊരു അവസ്ഥയാണ് കടൽക്കാറ്റ്. ഇനി ഞാൻ നിന്നെ കളിക്കാൻ കൂട്ടില്ല. ഫസ്റ്റ് കളിയാണത്. ഇത് ജയിച്ചില്ലെങ്കിൽ ഈ കളി വർഷം മൊത്തം കളിച്ചിട്ട് കാര്യം. അത്രയും സിമ്പിളാ. കടൽക്കാറ്റ് വരുമ്പോ അങ്ങനെ ഓടി അങ്ങ് പോണം. നീ അവിടെ നിന്ന്. കടൽക്കാറ്റാ സോണ്. എന്ത് സംഭവമാണെങ്കിലും അത് വരുമ്പോ ഇതാക്കല. സൈക്കിള് കിട്ടി. സൈക്കിള് ഇതേതാ വണ്ടി? അന്യം കൂട്ടായിട്ട് നമ്മളിപ്പോ ഏത് സ്ഥലത്തേക്ക് പോകാൻ പോകുന്നറിയോ? കുരിയല്ല എന്റെ കൂടെ. ഈ സ്ഥലം ഓർമ്മ ഇത് ഓർമ്മകൾ കടൽക്കാറ്റ് വന്ന് അപ്പത്തേക്ക് കോച്ചിക്ക് കാണാന്ന് എനിക്കൊന്ന് ലോകത്ത് ഒരാളും കളിച്ചതിൽ കൂടുതൽ ഞാൻ ഇവിടെ കളിച്ചിട്ടുണ്ടാവും. ലോകത്ത് 5 കൊല്ലുണ്ടല്ലോ ഇരുന്ന് കളിച്ചിട്ട് ഫുൾ ഞാൻ റാങ്കിള് മാത്രമേ കളിക്കും. ഉച്ചക്ക് മാത്രമേ എനിക്കൊന്ന് ലോകത്ത് ഈ പബ്ജി ഇറങ്ങിയിട്ട് പബ്ജിയില് ഏറ്റവും കൂടുതൽ ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത് ഞാനായിരിക്കും ലോകത്ത്. ഉറപ്പാ വരാ. ഇതാ ഈ സൈക്കിൾ. ഇതാ 1-ാം നമ്പർ. ഈ 1-ാം നമ്പറിൽ കയറേ. ഹിമാലയയിലൊന്നും പോവാൻ പറ്റൂല. നീ കയറി. നമുക്ക് ഓക്കെ നീ ചിലപ്പോ വീഴാൻ ചാൻസ് ഉണ്ട്. കുണ്ടിയും കിട്ടി. ഞങ്ങൾക്കും കിട്ടീനെ. ഞാൻ ഓർക്കുന്നു കാര്യല്ല. ഞാനൊരു കാര്യം പറയട്ടെ. മമ്മു കടൽക്കാറ്റ് വരുമ്പോ അപ്പ എന്നോട് പറയണേ സാധനം വരാനായി എന്ന് പറയണം. അപ്പൊ ഞാൻ ഓടും. എന്തോ കടൽക്കാറ്റ് വരാൻ സാധ്യത നോക്കണേ. കുര്യൻ ഒറ്റക്ക് കളിയാന്നല്ലോ മൊത്തത്തില്. കുര്യൻ ഒറ്റക്ക് ഗ്രൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാന്ന് തോന്നുന്നു. ഇത് ബാഗ് കിട്ടി. ബാഗ് രണ്ടാക്കും കയറിയില്ല. ഇത് ചിക്കൻ അടിച്ചാ പോലെ. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഇത് ചിക്കൻ ഡിന്നർ അടിച്ചാൽ ഈ വർഷമുള്ള എല്ലാ കളിയും ചിക്കൻ ഡിന്നറാ. വണ്ടി ഇറങ്ങണം. തമാശ നിങ്ങൾ എന്തീ കാണിക്കുന്ന ആടി ഇരുന്നേ. ഞാൻ വേറെ പോയത്. നീ എന്തെങ്കിലും മമ്മു കോമഡി ആക്കാൻ വേണ്ടിട്ട് എന്തെല്ലോ കാണിക്കല്ലേ. സീരിയസ് ആയിട്ട് കളിക്കും. ഒരു കളി സീരിയസ് ആയിട്ട് കളിക്കും. അടുത്ത മുതൽ നമുക്ക് കോമഡി ആക്കാം. ഫസ്റ്റ് കളി ജയിച്ചാലുണ്ടല്ലോ ഉപകാരമുണ്ട്. ഫസ്റ്റ് കളി ജയിച്ചാൽ ആ രാശി കിട്ടും. മനസ്സിലാവും. ജീപ്പ് കിട്ടി. വേണ്ട. ഇല്ല നിന്നെ രക്ഷിച്ചിട്ട് അങ്ക് നീ തന്ന ഇതാണല്ലേ. വേണ്ട കൈയൊന്നും വഴങ്ങുന്നില്ലടാ. ഞാൻ ജീപ്പിലാണ്. നീ ഒറ്റക്ക് ഇടാൻ കിടന്ന് മരിച്ചോളാം. പിന്നെ ആ കടൽക്കാറ്റ് വന്ന് നീ മരിച്ചോ. കടൽക്കാറ്റ് എത്തി മോനെ. ഒന്നുമില്ല. എനിക്ക് ട്രക്കും കിട്ടി. ട്രക്ക് കുറച്ച് ലൂട്ട് കിട്ടോ? ലൂട്ട് ബേബ്സിന്റെ വണ്ടി എടുത്തിട്ട് ഞാൻ പോയെന്നു. ലൂട്ട് എനിക്ക് കുറവാ. ബേബ്സിന്റെ വണ്ടി കിട്ടി ഞങ്ങക്ക്. ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ ലൂട്ട് ഉണ്ടോ?
മെഡിസിനോ മറ്റേ ഇതോ ഉണ്ട്. എന്റെ എന്തെല്ലോ സാധനം ഉണ്ട്, എന്റെ എന്തെല്ലോ ഉണ്ട്. ഞാൻ ട്രക്കിൽ കയറട്ടെ. ലൂട്ട് വളരെ കുറവാ. ഏത് ഞാൻ മോഡ് ചെയ്ത വണ്ടി ഏത്? മമ്മോ ഇനി എല്ലാരും ഒരുമിച്ചൊന്ന് കളിച്ചാ മതിയാ. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട കേട്ടാ. കവറേ ഓനെ കവറേ അല്ലെങ്കിൽ ചാവുമാര്. എഴഞ്ഞോണ്ടിക്കല്ലേ ഇവനെ കവറേ ചുറ്റും വണ്ടിയാണ്. ഏത് റിസ്ക് എടുക്കല്ലേ, ഫസ്റ്റ് കളി ചത്ത സീനോ. ഇതാ നമ്മൾ ഏത് വണ്ടിയിലാ കയറുന്നത്? ബേബ്സിന്റെ വണ്ടിയിലാ അല്ലെങ്കിൽ 800 എന്നാ ഞാനും അതിൽ കയറാം. എല്ലാരും ഒരുമിച്ച് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് വാ. ഞാൻ കേറി മോനെ. അല്ല ഇല്ല ആരും ഇല്ല. നിന്നെ പറയാ വണ്ടി കേറുന്നില്ലാടാ. എന്തിനാ എന്നെ കൊല്ലാനല്ലേ നീ പോകുന്നത്? കേറടാ, തമാശ കളിക്കല്ലോ മോനെ. എടുത്തേക്കാന്നാ. നീ എന്താ നിനക്ക് അറിയില്ല വണ്ടി പാവ പോലത്തെ സാധനം എന്റെ മുന്നിൽ കേറി ഇഷ്ടപ്പെടുന്നില്ല. നായി ഒരു തിമ്മിങ്കലല്ലേ? തിമിങ്കലല്ല, എന്തോ ഒരു നിന്റെ പോലത്തെ ഒരു സാധനം. കടലിന് കുടിച്ചാവാനാ. ഞാൻ കടലിൽ ഇത്ര സമയം ഷമീറ എന്തെല്ലാം റൈറ്റാ ലെഫ്റ്റാ? എടാ നിങ്ങള് പോല്ല. ഇവനാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ മരിച്ച് ഇതാ നോക്കി, ഇവനാണ് വണ്ടി ഓടിക്കുന്നത്. ഇവനെ അറിയില്ല ഓടിക്കാന്. കളിക്കാൻ അങ്ങോട്ടില്ല. ഞാൻ ഒരൊറ്റ അടിന്റെ ഇത് ഞാൻ എനിക്കറിയില്ല. ഞാൻ ഓടിക്കാം. ഒന്നോക്കപ്പാ, ഞാൻ ഉറങ്ങട്ടെ. അല്ല ആള് കൊല്ലാണ്ട് പോയത് ഭാഗ്യം. ഷമീർ നീ എന്നെപ്പരം വന്നോ? അവരടുത്തേക്ക് പോവാ. കേറിയാ ഇത് വരുന്നുണ്ട്, സോംബി വരുന്നുണ്ട്, നോക്കണേ. സോംബി ഏത്? കടൽക്കാറ്റ് മറ്റേ വണ്ടി എടുക്കണോ വേണ്ടല്ലോ? ഞാൻ നീ ട്രക്ക് ഞാനും അവൻ നോക്കണ്ട നമുക്ക് ജയിക്കാന്നുള്ളത് മാത്രം നമ്മളെ ലക്ഷ്യം. നീ തുള്ളി കളിക്കുന്നു. നിങ്ങളടുത്ത ആള് വണ്ടിക്കാരെ ഈ പൊട്ടനെ കൊണ്ട് കടൽക്കാറ്റ് ഞാൻ ഒരു ഇത് കുടിക്കട്ടെ, പെപ്സി കുടിക്കട്ടെ. ഈ റൈറ്റിൽ കൂടെ ഈ ബീച്ചിന്റെ സൈഡിൽ കൂടെ പോവാ. ബീച്ചിന്റെ നിങ്ങൾ തൂങ്ങി വരച്ചിട്ടുണ്ട്. ഇല്ല ബീച്ചിന്റെ സൈഡിൽ കൂടെ പോ. ബാൻഡേജ് അടിക്കടാ. ഇതാ ആ പച്ച സാധനം, ഈ പച്ച സാധനം. ഓക്കെ കടൽക്കാറ്റ് നമ്മളെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാ ഇപ്പുറത്തെ ഒരു ടീം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും നോക്കേണ്ട കാര്യമില്ല. റൈറ്റ് അവരൊന്നും നോക്കല്ലേ. വാ കഴിവില്ല നമുക്ക് അവരെ കൊല്ലാനുള്ള കഴിവില്ലാത്തോണ്ടല്ല. ഫസ്റ്റ് കളിയല്ല, നമുക്ക് ജയിക്കാം. എന്റെ അടുത്ത കളി മുതൽ നമുക്ക് റഷ് ചെയ്ത് കളിക്കാം. ഓക്കെ ആര് നമ്മള്? ഞാനത് വണ്ടി ഓടിക്കുന്നത്. മുന്നിൽ പോണ്ട. ഞാൻ മുന്നിൽ പോവാ. എല്ലായിടത്തും ആളാണ്. അതാ അതിന്റെ മുകളിലൊരു ടീമുണ്ട്. ഏത്? അങ്ങോട്ട് പോണ്ട. ലെഫ്റ്റ്. ഞാൻ വണ്ടി ഇരിച്ചിട്ടുണ്ട്. നേരെ ഞാൻ ഇതിന്റെ ബാക്കിൽ നിന്ന് പ്ലെയിൻ എടുത്ത് വേണ്ട. പ്ലെയിൻ ഡേഞ്ചറാണ്. പ്ലെയിൻ എടുത്തിട്ട് മിൽട്ട പവറിന്റെ മുകളിൽ പോയിട്ട് ഇറങ്ങാം. മരിക്കാനുള്ള മമ്മു എന്റെ അടുത്തോ? കുര്യൻ വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കോളും. മമ്മു ചത്തോട്ടെ. ഇതെന്താ ആടിനിറക്കുന്ന? എഴിയുന്ന പാമ്പാ ഇങ്ങനെ. കുറച്ച് റൈറ്റിലേക്ക് എന്റെ അടുത്ത കൂടെ ഷമീർ. എന്റെ അടുത്ത കൂടെ എന്റെ പെട്രോൾ ഈന്റെ ഉള്ളിൽ കയറിയാലോ? നമുക്ക് ഈന്റെ ഉള്ളിൽ കയറിയാലോ? മമ്മു മരിച്ചോട്ടെ. ഈ വെയർ ഹൗസിന്റെ ഉള്ളിൽ ഒളിച്ചേക്കാ. വണ്ടീന്റെ ഉള്ളിലിട്ടോ. വണ്ടീന്റെ ഉള്ളിൽ കയറ്റാം. പക്ഷെ എന്റെ ബേബ്സിന്റെ വണ്ടിയാണ്, ഭയങ്കര വലുതാ. കുഴപ്പമില്ല, ഉള്ളിൽ കയറ്റും. ഓക്കെ ഇനി നമ്മളൊരാൾക്കും തൊടാൻ പറ്റില്ല പോലെ. എന്നെ ഇടാ നിന്നാ മതി. ഇവനെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഓനെ രക്ഷിക്കാൻ പോയാൽ നമ്മൾ മരിക്കും. ഉണ്ടാ ജോജന്റെ ടീമുണ്ടാ? ഇങ്ങോട്ടേക്ക് വരിക. ജോജനാ? ആരാ ജോജി? നമുക്ക് ഇവിടെ ഒളിച്ചെന്നാ മതിയാ. അവിടെ ഞാൻ പറയട്ടെ. കടൽക്കാറ്റ് വരാൻ ചാൻസ് ഉണ്ടോ? ലാഗ് ഒന്നും ചെയ്യാൻ പറ്റണ.
ഏത് നീ എന്തിനാ ഇപ്പൊ ടാപ്പ് ചെയ്ത ഇവൻ ആങ്കർ അറിയിക്കാം എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇനിയിപ്പൊ എല്ലാ വാതിലും കാവലേക്ക് ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. എവിടെ എവിടെ ഏത് റീകോൾ ഇല്ല നിന്നെ ബോട്ട് എവിടെ? പറ്റുമെങ്കിൽ ഞാൻ എന്നെ ബോംബിട്ട് കൊല്ലുവായിരുന്നു. ആ വെടിവെക്കുന്ന ഞാൻ മരിച്ചില്ല. അത് ദൂരത്ത് സ്നൈപ്പർ ചെയ്യുന്ന ആരോ ആരെങ്കിലും സ്കോപ്പ് ഉണ്ടോ? നമുക്ക് ഈ അറ്റത്ത് കിടക്കാം. അതാവുമ്പോ ഇങ്ങോട്ട് കേറി വരുന്ന ടീമിനെ അടിക്കാം. എങ്ങോട്ട് സ്കോപ്പ് ആയിരിക്കാൻ വേണ്ടേ? എന്റെ അടുത്തേക്ക് വാ. ഈ അറ്റത്ത് അവിടെ നിന്ന് ഒരു ടീം വരും ഇപ്പൊ. ഞാൻ ഒരു ടീമിനെ കണ്ട് ഒരുമിച്ച് അടിക്കണം. ഒരുമിച്ച് അടിച്ച് കൊല്ലണം. അതായത് ഈ ഭാഗത്താണ് ഓനുള്ളത്. ഏത് മാർക്ക് മാർക്കർ വരുന്നില്ല. ഇതാ നിനക്ക് സ്കോപ്പ് വേണ്ട. എന്റെ ഹോളോ സ്കോപ്പ് ഉണ്ട്. ഹോളോ നിന്റെ അടക്കേറ്റ് നീ എന്ത് ഇത് ഇവിടെ ചോപ്പ് പുക പോന്ന അങ്ങോട്ടേക്ക് ഓടിയാലോ? വേണ്ട വേണ്ട ഹോളിഡേയിലൊന്നും പോണ്ട നമുക്ക്. നീ അതൊന്നും തന്നെ റീകോൾ ചെയ്യുവാനാ? ഇല്ല നിന്നെ റീകോൾ ചെയ്യില്ല. നീ പോയി നീ കളിന്ന് പുറത്തായി. അല്ല നിങ്ങൾ എന്നോട് ഇറങ്ങാൻ ഇതേ ഇവിടെ ആരും ഉണ്ട്. ആടെ ഒരു ടീമുണ്ട്. ഇതെന്താണ് എന്റെ തോക്കിൽ ഇങ്ങനല്ലോ? ഞാൻ ആ ടീമിൽ പോയി ചേർന്നാലോ? മക്കളെ നീ എവിടെയും പോയിക്കോ. നിന്നെ നമുക്ക് ആവശ്യമില്ല. ഇതാ ഇവരെ ഒരുമിച്ച് അടിക്കാം. ആരാണ് ആരാ? എനിക്ക് സ്കോപ്പ് ഇല്ല. ആളല്ല ബാബാ മോള് മലന്റെ മോള് നമ്മളെ അടിക്കുന്നത്. തിരിച്ചോ അതെന്താ സാധനം? റിട്രീറ്റ് എന്താ? തിരിച്ചു പോന്ന്. അല്ല ഇതെന്താ? നീ അവരപ്പോ ഞാൻ കാണുന്നുണ്ട്. ആര് നീ എന്തിനാ എന്റെ കളി നോക്കുന്നടാ? കളി അറിയാത്ത മൊണ്ണെ. നീ മരിച്ചാൽ പിന്നെ സമാധാനം. എങ്ങോട്ടാ ഇത്? എന്റെ മറ്റേ ഓഗസ്റ്റ് തോക്കാണല്ലോ. ഓഗസ്റ്റ് എടുത്തേക്കാ പോകുന്നു. നീ അവരപ്പുറം പോയി നിക്ക്. ആരപ്പുറം? എവിടെ? ഇവിടെ ആളുണ്ടാവേ. ഇങ്ങനെ ഓടിക്കളിക്കല്ലേ ആളുണ്ടാവും. എല്ലായിടത്തും ആളുണ്ടാവും. ഇതെന്തോ പാവക്ക് തിരി കൊടുത്ത പോലെ ഓടല്ല. എടങ്ക് കേറി നിക്ക്, ഒളിച്ചു നിക്ക്. ഈ നിലന്തര പോലത്തെ സാധനം വരികയും ചെയ്യുന്നു. ഇവനെ വിളിക്കണ്ടേ? റീകോളിന്റെ സമയം കഴിഞ്ഞ് നമ്മളിതാ ജയിക്കാൻ പോയ. ലാസ്റ്റ് 10 ആളുകൾ നമ്മള് ജയിക്കേണ്ട കളിയാ. നീ ഓൾറെഡി മരിച്ചടാ. ഇത് എടുത്തു. എടാ ഇന്ന് എത്ര ആളാ കളിക്കല്ലേ? അതെ ഞാൻ വന്നു പോനെ. അതിനെ കുറിച്ച് ബേജാറാകണ്ട. ഈ പെട്ടിനുള്ളിൽ കയറിയ ഇതിന്റെ ഉള്ളിൽ കിടക്ക്. അതിന്റെ ഉള്ളിലല്ലേ? ഉറങ്ങട്ടെ ഞാന്. ഉറങ്ങാനാ ഇപ്പുറത്തേല് കിടക്കും. ഒരാൾ ഇപ്പുറത്തേല് ഞാൻ ഇപ്പുറത്ത്. കുഴപ്പമില്ല. ആള് വരുന്നേ കടക്കടാ. കടന്ന് ഞാൻ ഇവിടെ ഉറങ്ങുന്നുണ്ട്. ഓടുത്തു. ഇല്ല വരും ഇപ്പൊ വരും. അപ്പൊ നമ്മ ജയിക്കുവാണ്. ഒരു ഇതുണ്ടാ ഒരു ഡ്രിങ്ക് എന്തെങ്കിലും ഉണ്ടോ? ഡ്രിങ്ക് ഉണ്ട് എന്റെ കയ്യിലുണ്ട്. മറ്റേ ഇത് എന്താ ഇതിന് പറയാ? ഇതാ ഓറഞ്ച് കളർ തോക്ക് വേണ. 7 എടാ 7.62 തോക്ക് വേണ. ആര് വെക്കാം ഓടുത്തോ. എവിടെ? എന്നാ പോയി ഉറങ്ങ. എടാ 7.62 ഉണ്ട് എന്റെ ഉണ്ടാ ആവശ്യമില്ല. നിങ്ങക്ക് വേണോ? എനിക്ക് വേണ്ട. ഓക്കെ എനിക്ക് വേണോ കുര്യ? ഇനി നമ്മള് സോൺ അങ്ങോട്ടേക്കാ. നൈസായിട്ട് ഈ ഭാഗത്തേക്ക് പോണം. നിക്ക് ഇവിടെ ബിൽഡിങ്ങുകൾ ഉണ്ടോ? ഈ ലെഫ്റ്റിലുള്ള 3 ബിൽഡിങ്ങുകൾ കണ്ടോ? ആ കുറ്റിയുണ്ടോ? ഒരു വലിയ കുറ്റിയുണ്ടോ? ഒരു ടീം വന്നേ. ഒന്നൊരു വിഷയമില്ല. ഇവിടെ കടന്നു. ആ പെട്ടിന്റെ ബാക്കിൽ കിടക്ക്. ഷമീർ അങ്ങോട്ട് പോവല്ല. ഓക്കെ ഞാൻ ഇവിടെ ഉറങ്ങാം. ആടെ ഉറങ്ങി. ചാർജ് ഇല്ല. ഒരു കളി തീരും. 70 Pro Max ആടാ. ചാർജ് അങ്ങനെ തീരൂല. തീരും. നിക്കും. ഒരു കളി വന്നാലും നിക്കും. എടാ എന്തിനാ കുര്യ നീ പരിപാടി കാണിക്കുന്ന? കുര്യ നിനക്ക് കില്ല് വേണമെങ്കിൽ ലൊട്ടെ. നീ വേറെ വല്ല കളിയും പോയിട്ട് നമ്മക്കല്ല കില്ലെടുക്കാൻ അറിയാത്തോണ്ടാ. എങ്ങനെയും കളി ജയിക്കാന്നുള്ള ഇതിലാണ് നമ്മള്. കാണുന്നുണ്ട്. ഞാനിടാ ഇവിടെ ഒരാളെ ഞാൻ കാണുന്നുണ്ട്. എന്നെ നീ രക്ഷിക്കുന്നുണ്ടല്ലോ. നീ അതെ കള്ള. കുഴപ്പമില്ല. നീ വരുമ്പോ അടിക്കണേ. നമ്മളെ പുഷ് ചെയ്യുമ്പോ മാത്രം അടിച്ചാ. നീ വെറുതെ അടിച്ച ആളെ അറിയിച്ചിട്ടാ കുര്യ. അതെ നീ ഇങ്ങോട്ടേക്ക്. എന്റെ പടിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ടേക്ക്. നീ അതെ
നീ എന്താ ഷഡ്ഡിയിലിട്ടിട്ട് ഞാൻ നടക്കുന്ന? അല്ല നീ എന്നെ റീകോൾ ചെയ്തോട്ടാ, നീ അതാണെങ്കിൽ. അല്ല ഇവനാ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ കവറടക്കി കഴിഞ്ഞ നമ്മള് പിന്നെ ഒന്നും നിനക്ക് ഇതില്ല, ഒന്നും ഒരു പരിപാടിയും നടക്കൂല. മെയിലാഞ്ചി ചപ്പം വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയത്. അവര് 3 പേര് നമ്മള് 3 പേര് അങ്ങനെയാന്ന് തന്നെയുള്ളത്? അതോ ആര്? ആ നമ്മളെ ഈ ലെഫ്റ്റിലൊന്ന് നോക്കുവോ? ഞാൻ ഒന്ന് ഓടട്ടെ. ലെഫ്റ്റിലൊന്ന് നോക്കുവോ ഷമീറ? ഏതാ ലെഫ്റ്റ്? ആ ഇതില്ല വേണ്ട ഷമീറ പറയുന്നത് വേണ്ട. ഞാൻ ഞാൻ ചെയ്യാത് വേണ്ട. ഷമീറിനൊന്നും ഏൽപ്പിക്കല്ലേ. ഷമീറിനെ ഏൽപ്പിച്ചാ മൂഞ്ചു. ഞാൻ ഷമീറിന്റെ കാരണം ഷമീർ എന്ത് നീ ഒന്ന് പോയടാ. ഞാൻ എന്നെ കിടന്ന് കാണുന്നുണ്ട് നീ എന്താ കളി. നീ അതിന്റെ വേക്ക് പോയി വിളിച്ചിരിക്കുകയാണ്. ആ നീ ബെല്ല നിന്നെ കണ്ട് പാലത്തും തുള്ളി മരിച്ചിട്ട് നീ ബെല്ല ഡയലോഗുകളൊക്കെ എന്നോട് ഇറങ്ങാൻ പറഞ്ഞേ. എന്ത് സ്വയം വണ്ടി അത്രയും പൊട്ടത്തരം ഞാൻ ചെയ്തില്ല. അടിപ്പ കടൽക്കാറ്റ് വരും, ബേ ഓടാ. കടൽക്കാറ്റ് വരുന്നുണ്ട്, ബേ ഓടാ. ആ ബാ ബാ ബാ. ഇല്ലില്ല അന്നാരും വെടി വെക്കൂല. നീ അതെ അത് നീ പേടിക്കണ്ട. നമ്മള് മൂഞ്ചിയടാ മോനെ. ഇല്ല ഒരു മൂഞ്ചാനും ഇല്ല. ഇതിലൂട്ട് അങ്ങ് കിടക്ക്. ഇതാ വേടാ വേട ഞാൻ ഉറങ്ങണ്ടേ? ഇവിടെ വന്ന് ഉറങ്ങടാ നാറി. ഇതാ 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 ഉറങ്ങി ഉറങ്ങി. പുരിയ ഫ്രണ്ടിലേക്ക് വാ, കുറച്ചും കൂടി ഇവിടെ കടന്നേഴേ. എടാ ഇപ്പൊ മറ്റേ കടൽക്കാറ്റ് ഇപ്പൊ ഇല്ല സീനില്ല നമുക്കൊരു 59 സെക്കൻഡ് ഉണ്ട്. നീ വെയിറ്റ് ആക്ക. ഞാൻ പറയുന്ന പോലെ ഒരു ബോംബ് ഇട്ടാല് 55 സെക്കൻഡ്. ആ ബോംബ് ഉണ്ടൊക്കെ ഇട്. ഞാൻ ഫുള്ള് മറ്റേ ഇതെല്ലാം ചെയ്യട്ടെ. അതാ ഇട്ടോ. അല്ല അത് നമ്മളെ ആൾക്ക് തന്നെ പോവാ. അവിടെ ഇല്ല. ഇപ്പുറത്തെ ഞാൻ സ്മോക്ക് ഇട്ടിട്ട് കയറാം. ആ സ്മോക്ക് ഇട് സ്മോക്ക് ഇട് സ്മോക്ക് ഇട്. എന്നാ അടിക്ക്. ആ എന്നെ ഓടിയാലോ. നിന്റെ ഫ്രണ്ടിൽ ആര്? ഇതേതാ അവിടെ ഒരാളുണ്ട്. കുര്യനെ പോയിട്ട് റിവൈവ് തിരിച്ചോട് തിരിച്ചോട്. ഞാൻ നോക്കിക്കോളാം. ഓട് അവിടെ പോയി കിടക്കണേ. ആ കിടക്കും. ഒരു സ്മോക്ക് ഉണ്ടെങ്കിൽ സ്മോക്ക് ഇട്ടോ. ആ എല്ലാം ചെയ്യാം. ഇതേതാ ഇങ്ങോട്ട് വാടാ. ഇപ്പൊ കടൽക്കാറ്റ് എന്നെ കൊല്ലു നിന്നെയും. ഇങ്ങോട്ടേക്ക് വാ. പെട്ടെന്ന് സമയമില്ല. അവിടെ നിക്ക്, അവിടെ തന്നെ നിക്ക്. ഇങ്ങോട്ടേക്ക് വരില്ല, ഇങ്ങ് വാ. കവറിൽ നിക്ക് കുരിയ. നിന്നെ കൊന്ന് ഞാൻ പറഞ്ഞേന്ന് കവറിൽ നിൽക്കാൻ. ഇല്ല നിന്നെ ഞാൻ രക്ഷിക്കുന്നുണ്ടോ? ചെയ്യാൻ പോകുന്നത് ഓടിക്കോ കുര്യനെ ഓടിക്കോ. കുര്യന്റെ റെഡി ആയിട്ടുണ്ട്. കുര്യനെ ഓടിക്കോ. ഞാൻ നിന്നെ രക്ഷിച്ച് കുരിയ. പിന്നെയും പോയാ നീ കുര്യനെ ഞാൻ ക്യാരി ചെയ്ത് വരാം. നമുക്കൊരു കുഴപ്പമില്ല. അല്ല ഞാൻ മരിച്ചടാ കുരിയ. നിന്നെ ഇട്ടിട്ട് ഓടേന്ന്. അതെ ഞാനും മരിച്ചു മോനെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ കുര്യൻ കാരണമാണ് ഞാൻ മരിച്ചത്. ഞാൻ ഇതിനോട് കടൽക്കാറ്റ് പോയാ നീ മരിച്ചാ. നമ്മളെ കളി 6 മാസം കളിക്കാണ്ട് കളിച്ചിട്ടാണ് ചിക്കൻ ഡിന്നർ. ഇതാണ് കളി. ഇതെന്റെ ജീനിലുണ്ടടാ. ഈ ഗെയിം എന്റെ ജീനിലുണ്ട്. മനസ്സിലാടാ. ടീം പ്ലേ എല്ലാവിന്റെ എന്ത് ടീം പ്ലേ? ഒരു ടീം പ്ലേ ഇല്ല. നീ എല്ലാം ആടെ എന്നെ ദ്രോഹിക്കാനല്ലാണ്ട് ഒരു ഹെൽപ്പും നീ അതിൽ ചെയ്തിട്ടില്ല. ആ കുഴപ്പമില്ല. ടീം പ്ലേ ഓക്കെ. എല്ലാവിന്റെ ആരോടാ കളി മോനെ? നമ്മളെടുത്ത കളി നമ്മളെ കളിയാക്കാൻ വരുന്നത് സ്പിന്ന്. നമ്മളൊരു കളി ആ പറഞ്ഞ പോലെ അതിന് സന്തോഷം മാറ്റി വെക്കുക. എല്ലാം കളിയാണ്.